പതിനൊന്ന് ജീവനെടുത്ത് ക്രിക്കറ്റ് ആഘോഷം. RCBയുടെ IPL വിജയാഘോഷം വൻ ദുരന്തമായി. റോയൽ ചലഞ്ചേഴ്സിന്റെ ആദ്യ IPL കിരീടാഘോഷം വൻ ദുരന്തത്തിൽ കലാശിച്ചു. പ്രിയതാരങ്ങളെ കാണാൻ ആരാധകർ തിക്കിത്തിരക്കിയതോടെ ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയം പരിസരം മരണക്കളമായി. ചവിട്ടേറ്റും ശ്വാസം കിട്ടാതെയും 11 പേർക്ക് ദാരുണാന്ത്യം. കണ്ണൂർ സ്വദേശി ശിവലിംഗവും 14 വയസ്സുള്ള പെൺകുട്ടിയും അടക്കമാണ് മരിച്ചത്. 50-ലധികം പേർക്ക് പരിക്കേറ്റു. നഗരത്തിലെ വിവിധ ആശുപത്രികളിലുള്ള ഇവരിൽ പലരുടെയും നില ഗുരുതരമാണ്. മരണസംഖ്യ ഉയർന്നേക്കാം. സംഘാടന പിഴവാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. 40,000 പേർക്ക് ഇരിപ്പിടമുള്ള സ്റ്റേഡിയത്തിലേക്ക് 3 ലക്ഷത്തോളം ആരാധകരാണ് ഒഴുകിയെത്തിയത്. ഏത് ഗേറ്റിലൂടെ പ്രവേശനമെന്നോ പാസ് വേണമെന്നോ അറിയിച്ചിരുന്നില്ല. സൗജന്യ പ്രവേശനമെന്ന് കരുതിയെത്തിയവർ ഒരു ഗേറ്റ് തുറന്നതോടെ തിക്കിത്തിരക്കി. വീണുപോയവരാണ് ദുരന്തത്തിനിരയായത്. സ്റ്റേഡിയം കോമ്പൌണ്ടിലെ ഓട തകർന്നത് അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. മരിച്ചവരുടെ ആശ്രിതർക്ക് 10 ലക്ഷം രൂപ വീതം പ്രഖ്യാപിച്ച കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ മജിസ്ട്രേറ്റ് തല അന്വേഷണം പ്രഖ്യാപിച്ചു. പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവും സർക്കാർ വഹിക്കും. ചൊവ്വാഴ്ച രാത്രി പഞ്ചാബ് കിങ്സിനെ തോൽപ്പിച്ചാണ് RCB 18 സീസണുകളുടെ കാത്തിരിപ്പിന് ശേഷം IPL കിരീടത്തിൽ മുത്തമിട്ടത്. ഇന്നലെ ഉച്ചയോടെയാണ് ടീമാംഗങ്ങൾ കപ്പുമായി ബംഗളൂരു വിമാനത്താവളത്തിലെത്തിയത്. ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ടീമിനെ സ്വീകരിച്ചു. വൈകിട്ട് വിധാൻസഭയിൽ എത്തിയ ടീമിനെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും മന്ത്രിമാരും MLAമാരും ചേർന്ന് സ്വീകരിച്ചു. വിധാൻസഭയിൽ നിന്ന് തുറന്ന ബസ്സിൽ അടുത്തുതന്നെയുള്ള ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് പോകാനായിരുന്നു തീരുമാനം. എന്നാൽ സുരക്ഷാ പ്രശ്നങ്ങളും മഴയും കാരണം ട്രാഫിക് പോലീസ് ഇതിന് അനുമതി നിഷേധിച്ചു. ഇതറിഞ്ഞതോടെ റോഡിന് ഇരുവശവും കാത്തിരുന്ന ആരാധകർ സ്റ്റേഡിയത്തിലേക്ക് കൂട്ടത്തോടെ പാഞ്ഞു. തിക്കിത്തിരക്ക് നിയന്ത്രണാതീതമാകാൻ ഇതും കാരണമായി.